കേരളത്തിലെ ബി ജെ പിക്ക് വീണ്ടും ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയും ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതൃത്വവും കേരളത്തിലെ ബി ജെ പിക്കാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ നയമറിയില്ല, ബി ജെ പിയെ കുറിച്ച് അറിയില്ല, ഹിന്ദി വാഴുന്ന ഇടങ്ങളിൽ ബി ജെ പി എന്ത് നയമാണ് നടപ്പിലാക്കുന്നത് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഇങ്ങോട്ട് വന്ന് ഒന്നും പറയേണ്ടതില്ല എന്നാണ് ബജ്രംഗദളും ബി ജെ പിയും ആ ഭാഗത്ത് നിന്ന് സംസ്ഥാന ബി ജെ പി നേതാക്കളെ വെല്ലുവിളിച്ചതും ശാസിച്ചതും. അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീ വന്ദനയും പ്രീതയും ഒക്കെ അറസ്റ്റിലായി, സിസ്റ്റേഴ്സ് അറസ്റ്റിലായി. അതിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല, കെട്ടടങ്ങിയിട്ടില്ല. രാജ്യമെങ്ങും അതിൻ്റെ പ്രതിഷേധം തീർന്നിട്ടില്ല. കത്തോലിക്ക സഭയെയും ക്രൈസ്തവരെയും നിരന്തരം ബജ്രംഗദൾ സംഘപരിവാറുകാർ വേട്ടയാടുന്നുവെന്ന ആരോപണം അവസാനിച്ചിട്ടില്ല. 4600-ലധികം ആക്രമണങ്ങളാണ് 2014 ശേഷം ക്രൈസ്തവ സമൂഹം ബി ജെ പി സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. അതിൻ്റെ ഒന്നും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഛത്തീസ്ഗഡിൽ തന്നെ ആ പെൺകുട്ടികൾ കൊടുത്ത പരാതി എങ്ങും എത്തിയിട്ടില്ല. ജ്യോതി ശർമ്മയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒഡീഷയിൽ നിന്ന് അടുത്ത വാർത്ത പൊടുന്നനെ വരുന്നത്. ഒരു ഗ്രാമത്തിൽ, ജലേശ്വരം എന്ന ഗ്രാമത്തിൽ വാർഷിക കുർബാന എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, വളരെ പുണ്യമായി കാണുന്ന ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ എന്താണ് അത് അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളായി മാറുകയും അത് വിശ്വാസികൾ നാവിന്മേൽ സ്വീകരിക്കുമ്പോൾ അവർ എന്താണ് അവരുടെ ഒരു അനുഭൂതിയുണ്ട്. അതൊക്കെ പങ്കുവയ്ക്കുന്ന മഹത്തായ ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി ജലേശ്വരം എന്ന ഗ്രാമത്തിലേക്ക് വൈദികരും സന്യാസിനികളും പോയിരുന്നു. അപ്പോൾ അവിടെ പോയി മടങ്ങി വരുന്ന വഴി വനാന്തരങ്ങളിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കേണ്ടത്. അവർ ഒരു ജീപ്പിലാണ് സഞ്ചരിച്ചിരുന്നത്. അവർ സഞ്ചരിച്ച ജീപ്പിന് മുന്നേ ആ പള്ളിയുടെ, ആ ഗ്രാമത്തിലെ ഇടവകയുടെ ഉപദേശി ബൈക്കിൽ വഴി കാണിക്കാൻ മുന്നേ പോയിരുന്നു. അപ്പോഴാണ് പൊടുന്നനെ വനാന്തരത്തിൽ വെച്ച് 70 അംഗ സംഘം ഇവരെ തടയുന്നത്. ആദ്യം ബൈക്കിൽ പോയ ഉപദേശിയെ ബൈക്കിൽ നിന്ന് തള്ളി താഴെയിട്ട് പൊതിരെ തല്ലി. അത് കഴിഞ്ഞ് വാഹനത്തിലുണ്ടായിരുന്ന 2 വൈദികർ, ജലേശ്വർ സെന്റ് തോമസ് ഇടവകയിൽപ്പെട്ട വികാരി ഫാദർ ലിജോ ജോർജ്, അതുപോലെ തന്നെ ജോഡ ഇടവകയിൽ വികാരിയായ ഫാദർ വി ജോജോ, ഈ രണ്ടുപേരെയും കന്യാസ്ത്രീകളെയും, എലേസ എന്നും മോളി എന്നും പേരുള്ള 2 കന്യാസ്ത്രീകൾ, ആലപ്പുഴക്കാരാണ് അവർ, ഇവരെയും ഗംഗാധർ ഗ്രാമത്തിൽ, ജലേശ്വരിലെ ഗംഗാധർ ഗ്രാമത്തിൽ വെച്ചാണ് ആക്രമിക്കുന്നത്. ഇത് എന്ത് നീതിയാണ്? കാട്ടുനീതിയല്ലേ? ഇവരാരും ആരെയും മതപരിവർത്തനം നടത്താൻ പോയതല്ല. ആ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ അവരുടെ ഇടവക പള്ളിയിലെ വാർഷിക കുർബാനയ്ക്ക് ക്ഷണിച്ചിട്ട് അവിടെ പോയതാണ്. ഇതൊക്കെ പറഞ്ഞപ്പോഴും പോലീസോ ഈ ബജ്രംഗദൾ പ്രവർത്തകരൊന്നും വിടുന്നില്ല. ഇത് എന്താണ്, പഴയ ബി ജെ ഡിയുടെ ഭരണമല്ല, ഇത് ബി ജെ പിയുടെ ഭരണമാണ് എന്ന് പറഞ്ഞാണ് അടിക്കുന്നതും ചവിട്ടുന്നതുമൊക്കെ കൊള്ളാം. എന്നിട്ട് ഇല്ലാത്ത കേസുകളാണ്. എന്നിട്ടെന്താണ്, പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ, ഛത്തീസ്ഗഡിൽ നമുക്കറിയാം, നമ്മുടെ മലയാളി മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു വെച്ച് ഇടിച്ച സംഭവമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെന്തിനാണ്? അവിടെ ജ്യോതി ശർമ്മ എന്ന ബജ്രംഗദളിന്റെ തീവ്രവാദിയും സംഘവും ജയിലിന് പുറത്തും കോടതിക്ക് പുറത്തുമൊക്കെ മുദ്രാവാക്യം വിളിച്ചതൊക്കെ മലയാള മാധ്യമങ്ങൾ കൃത്യമായി കൈകാര്യം കൊടുത്തിരുന്നു. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എതിരെ വാർത്ത കൊടുക്കുമെന്നുള്ളത് കൊണ്ടാണ് അന്ന് മാധ്യമപ്രവർത്തകരെ ഛത്തീസ്ഗഡിൽ വെച്ച് അടിച്ചത്. ഇവിടെ ഇവർ ചെയ്തത്, ജലേശ്വറിലെ ഗംഗാധർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ബജ്രംഗദൾ പ്രവർത്തകർ ചെയ്തത്, ബജ്രംഗദൾ അനുകൂലികളായ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. എന്താണ്, മതപരിവർത്തനം നടത്തുന്നു എന്ന വാർത്ത വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടി. അതായത് ഇല്ലാത്ത കഥ പറഞ്ഞും ഇല്ലാത്ത നുണ പറഞ്ഞും ഈ സന്യസ്തരെ, വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചു, ഉപദേശിയെ ആക്രമിച്ചു. ഇതെന്നിട്ട് എന്തായി കൊടുക്കേണ്ടത്? അവർ മതപരിവർത്തനം നടത്താൻ വന്നു, അതിനെ തടഞ്ഞു എന്ന തരത്തിൽ വാർത്ത വരണം. അല്ലാതെ സാധാരണക്കാർ എന്താണ്, ഭരണഘടന അനുവദിക്കുന്ന തരത്തിലുള്ള വിശ്വാസം സംരക്ഷിക്കുന്നതിനും വിശ്വാസം ആചരിക്കുന്നതിനും പോയ ആളുകളെ തടഞ്ഞു വെച്ച് ഇല്ലാത്ത കഥ ആരോപിച്ച് ആക്രമിച്ചു എന്ന് വരാൻ പാടില്ല. അതാണ് ബജ്രംഗദളുടെ തീരുമാനം. ഇവിടെയും പെട്ടതാരാണ്? അടികൊണ്ടത് ക്രൈസ്തവർക്കാണ്. ക്രൈസ്തവർ CBC ഒക്കെ ഇനി പരാതി കൊടുക്കുന്നതും കോടതിയെ സമീപിക്കുന്നതുമൊക്കെ ആലോചിക്കുന്നതേ ഉള്ളൂ. അവർ മെല്ലെ പോവുകയുള്ളൂ. ആമ ഇഴയുന്നതിനേക്കാൾ ഭയങ്കര ഭീകരമാണ് അവർക്ക് സ്വന്തം ആളുകളെ സംരക്ഷിക്കുന്നതിന് ഇറങ്ങി ഒന്ന് പോരാടുക എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും പോരാടാൻ ഇറങ്ങിയ പമ്പളാനിയെ പോലുള്ള ചില ഊള ബിഷപ്പുമാരെ ഇറങ്ങി തിരിച്ചിട്ട് അതിനെ പാരവയ്ക്കുകയും ചെയ്യും. അമിത്ഷാജിക്കും മോദിജിക്കും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യും. അതൊക്കെ സഭയുടെ കാര്യം, അതങ്ങനെ നടക്കട്ടെ. പക്ഷേ ഇത് ക്ഷീണമാകുന്നത് കേരളത്തിലെ ബി ജെ പിക്കാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും ബഹുഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികളും ഇതൊക്കെ കാണുന്നുണ്ട്. അവർക്ക് സഭയുടെ സമരമോ CBCI കേസ് കൊടുത്തോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് സന്യസ്തരെ, കന്യാസ്ത്രീകളെ BJP ബജ്രംഗദൾ പ്രവർത്തകർ ആക്രമിച്ചു. അതെന്തിനായിരുന്നു?
മതേതരത്വം പുലരുന്ന രാജ്യത്ത്, മതേതര രാജ്യമെന്ന പേരുള്ള രാജ്യത്ത് മതേതരത്വം വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, മതേതര രാഷ്ട്രം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ആളുകളും കേരളത്തിലെ BJP ഒറ്റുകാരാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ക്രൈസ്തവരെ അങ്ങോളം ഇങ്ങോളം, ഹിന്ദി ഭൂമിയിൽ ക്രൈസ്തവരെ അങ്ങോളം ഇങ്ങോളം ഓടിച്ചിട്ട് തല്ലുകയും വിരട്ടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവർ കേരളത്തിൽ പുഞ്ചിരിച്ച് കാണിക്കുന്നത് ഒരുതരം അന്യൻ ഭാവമാണ്, അല്ലെങ്കിൽ ദ്വന്ദ്വ വേഷമാണ് ഇവർ കാണിക്കുന്നതെന്ന് പല ആളുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന BJPക്ക് ഒട്ട് കഴിയുകയുമില്ല. സംസ്ഥാന BJP ആണെങ്കിലോ തമ്മിലടിച്ച് പിരിയാനിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ, ഒഡീഷയിലും ഛത്തീസ്ഗഡിലുമൊക്കെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ പരിങ്ങലിലാകുന്നത് കേരളത്തിലെ BJP ആണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 200 പഞ്ചായത്തെങ്കിലും കിട്ടണം, ഇപ്പോഴുള്ള സ്ഥലങ്ങളെക്കാൾ ഉപരി സ്ഥലങ്ങളിൽ ഭരണം ലഭിക്കണം, വാർഡുകൾ കിട്ടണം, വോട്ട് വിഹിതം കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ വികസിത കേരളം എന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ച് രാജീവ് ചന്ദ്രശേഖർജിയും സംഘവും മുന്നോട്ട് പോകുമ്പോഴാണ് ഒഡീഷയിലും ഛത്തീസ്ഗഡിലുമൊക്കെ ക്രൈസ്തവർ നേരിടുന്ന പീഡനം വലിയ വാർത്തയായി, തലക്കെട്ടുകളായി മാധ്യമങ്ങളിൽ നിറയുന്നത്. അത് BJPക്ക് കനത്ത തിരിച്ചടി നൽകും, അതിൽ യാതൊരു തർക്കവുമില്ല.